അപ്പം ഇത് സാറിനോട് വേറൊന്ന് ചോദിക്കാനുള്ളത്, ഒരു ഗ്രാമീണ ചുറ്റുപാടിൽ ഈ കഥാപാത്രങ്ങളെയൊക്കെ കണ്ടപ്പോഴും അതിനെ അതുപോലെ അനുകരിക്കാതെ അവരെ ഉപയോഗിച്ച് സാറിന് മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതിലാണ് എനിക്ക് പറയാനുണ്ടായിരുന്നു അവരിൽ കൂടി പറയാനുണ്ടായിരുന്നു. അതാണ് അപ്പോഴാണ് നമ്മൾ ഈ കാർട്ടൂണിനെ ഈ മിമിക്രിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മിമിക്രി വെറും അനുകരണമായി വരുമ്പോൾ കാർട്ടൂണിൽ ഒരു ആക്ഷേപഹാസ്യം വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു സ്ഥിരം ക്യാരക്ടറുണ്ട്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് എപ്പോഴും വിദ്യ. അതെ. അത് ഞാൻ പറയുന്നത് സാറിൻ്റെ ബോബൻ മോളി എന്ന് പറഞ്ഞ ഒരു സിനിമാ ഭാഷയിൽ പറഞ്ഞ ഒരു സ്റ്റോറി ബോർഡ് പോലെ. അതെ, സ്റ്റോറി ബോർഡ് പോലെ എല്ലാവരുടെയും മുകളിൽ അവരുടേതായ ഒരു ഹാസ്യത്തിൻ്റെ ഒരു പാട പൊങ്ങി നിൽക്കുന്ന പോലെ, ഒരു വെണ്ണ പൊങ്ങി നിൽക്കുന്ന പോലെ. ഇപ്പോൾ ഇട്ടുണ്ണാൻ എന്ന കഥാപാത്രം നമ്മുടെ ആ കാലഘട്ടത്തിലെ നാട്ടുപ്രമാണിമാരുടെ ഒരു പൊട്ടത്തരങ്ങൾ, അവരുടെ എല്ലാ പൊങ്ങച്ചങ്ങളെ, വിട്ടിത്തരങ്ങൾ, ഇതെല്ലാം ചേർന്ന. അതേപോലെ തന്നെ കേസില്ലാ വക്കീല് ഇത് ആ ഗ്രാമത്തിലെ ഈ കേസില്ലാ വക്കീലൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എൻ്റെ സ്നേഹിതൻ അലക്സ് എന്ന് പറയുന്ന വക്കീലാണ്. സാറിൻ്റെ കഥാപാത്രങ്ങളെല്ലാം ജീവൻ വെപ്പിച്ചാൽ സാറ് അതിലാരാവാനാണ് ഇഷ്ടപ്പെടുക? ഞാനതിൽ എപ്പോഴും അവരോടൊപ്പം ജീവിക്കുന്ന ഒരു അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു എലിമെൻ്റ് ഉണ്ട്. ഒരു കമൻസ് പറയുക മാത്രം ചെയ്യുക, പങ്കെടുക്കാതെ നിൽക്കുക എന്നുള്ള ഒരു രീതിയുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാരെ കളിയാക്കാൻ ഉണ്ട് ഒരുപാട്. സാറിൻ്റെ ഞാനൊരിക്കൽ എൻ്റെ വേർഡ്സ് ഞാൻ ഓർക്കുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഭരിക്കേണ്ടവർ ജയിലിൽ, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് പിന്നെ അവർ പുറത്ത്, കള്ളന്മാർ പുറത്ത് എന്നുള്ള രീതിയിലൊരു രാഷ്ട്രീയത്തിലൊക്കെ ആ കമൻസ് എന്നും ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ജയിലിൽ കിടക്കേണ്ടവർ ഭരിക്കേണ്ടവർ ജയിലിൽ കിടന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റും. അത് റെയിൽവേ സ്റ്റേഷനിൽ കൂടി ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഒരുത്തൻ പറഞ്ഞൊരു കമൻറ്റാണ്. അതാണ് ചോദിച്ചത്. കാരണം ഞങ്ങളിങ്ങനെ ഈ രാഷ്ട്രീയത്തെ പറ്റി ഇങ്ങനെ ഒത്തിരി സംസാരിക്കും. ഇനി അതിനൊരു സന്ദർഭം ഞാൻ തന്നെ ഇട്ടുകൊടുക്കും. കാരണം എനിക്കിതിൽ നിന്ന് ഈ ഇല്ല കൂട്ടുകൂടി ഉള്ള ആ ഒരു സംഭാഷണത്തിന് ഞാൻ ഒരു കളവെടുക്കും. പത്രം വായിക്കും, എന്തെങ്കിലും ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വിട്ടിത്തരം പറയും, അടുത്തിരുന്നവൻ ഏറ്റുപിടിക്കും. ഇതിങ്ങനെ പോകുന്ന അവസാനം ഇത് ആളിക്കത്തും, പിന്നെ ബാക്കി ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ എറണാകുളം എടുക്കാറായപ്പോൾ അതുവരെ ഇതേപ്പറ്റി ഒന്നും സംസാരിച്ചുകൊണ്ടിരിക്കാത്ത ഒരു മധ്യവയസ്കൻ അയാൾ പറഞ്ഞു, അപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ കള്ളത്തരങ്ങളും വെട്ടിപ്പുകളും കവികാലുവിട്ടും ഒക്കെ വിഷയം. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ആരോടുന്നല്ലാതെ പറഞ്ഞു, സാറേ നമ്മുടെ നാട്ടിൽ രണ്ട് തരം കള്ളന്മാരുണ്ട്. ഒന്ന് ജയിലിൽ പോയതിന് ശേഷം കക്കുന്നവരെ, മറ്റേത് കട്ടതിന് ശേഷം ജയിലിൽ പോകുന്നവർ, അത് കള്ളന്മാരാണ്. അപ്പം ഈ ജയിലിൽ പോകുന്നതിന് ശേഷം കട്ടത് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ജയിലിൽ പോയി കിടന്ന് തിരിച്ചു വന്ന് മന്ത്രിയായിട്ട് ഇവൻ കാക്കും. മറ്റവൻ കള്ളനാണ്. എനിക്ക് അതിനൊക്കെ ഒരു പശ്ചാത്തലം ഉണ്ട്. അത് ഒരിക്കലേ നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ഒരിക്കൽ പറയാറുണ്ടായിരുന്നു. ബോബൻ മോളിയെ പരാമർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ പോലുള്ളവർക്ക് വായനാശീലം ബോബൻ മോളിയാണെന്ന് പറയാറുണ്ട്. അത് സാറിൻ്റെ രചനയിലുള്ള ഡ്രോയിങ്ങിലുള്ള അല്ലാതെ ഡിക്ഷനിലുള്ള ഒരു ഹ്യൂമറാണ്. നമുക്ക് വരുന്നൊരു വെല്ലുവിളി, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, പക്ഷെ നമുക്ക് ഒരു പേജേ തരുള്ളൂ. അതിൽ ചിത്രങ്ങൾ ഉണ്ടാവണം. ചിത്രങ്ങൾക്ക് അതിൻ്റേതായ വിഷ്വലൈസേഷൻ്റെ നിർബന്ധ സാഹചര്യങ്ങളുണ്ട്. അതിനിടയിൽ കിട്ടുന്ന സ്പേസാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജിന് കൊടുക്കുന്നത്. അത് ബോബൻ മോളി ഒരു അത്ഭുതമാണ്. സാറ് മെയിൻ ഹ്യൂമറിന് കൂടാതെ അതിൻ്റെ സബായിട്ട് കാര്യങ്ങൾ പറയാറുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ സൈഡ് ജോക്സ് അതെങ്ങനെ വന്നു അതിലേക്ക്? അത് ഈ പത്രത്തിൽ വായിക്കുമ്പോൾ ആ വാർത്ത വെച്ചുകൊണ്ട് അതിനൊരു കമൻട്രി ചെയ്യാതെ. അപ്പം അത് മിക്കവാറും എല്ലാ പേജിലും എന്തെങ്കിലും ആസ്വദിക്കണം, എല്ലാ ബോക്സിലും അങ്ങനെ ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അത് മിക്കവാറും ബോക്സിലൊക്കെ അത് വിജയമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞ സ്റ്റോറി ബോർഡിനോട് സാമ്യമുള്ള ഒരു കാർട്ടൂൺ സ്ട്രിപ്പാണ്. അതായത് ഒന്നാമത്തെ ബോക്സിൽ നമ്മൾ വായിച്ചു തുടങ്ങിയാൽ ലാസ്റ്റ് ബോക്സ് വരെ നമ്മളെ കൊണ്ടുപോകുന്നതിനിടയിൽ ഒരുപാട് പേര് നമ്മളോട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പക്ഷേ ഒരു നാട്ടുംപുറം ശൈലിയാണ് അല്ലേ? അത് ഒക്കെ ആർജിച്ചെടുത്തത് ഈ ഗ്രാമീണ ജീവിതത്തിൽ തന്നെ. ഗ്രാമീണ ജീവിതത്തിൽ നിന്നാണ് എനിക്ക് ആശയങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ആ ഗ്രാമീണമായിട്ടുള്ള ഇടപഴകൽ. ഇപ്പോൾ ഒരു കുരങ്ങ് കളിക്കാരൻ ഒഴവെങ്കിലും ഇരിക്കുകയാണെങ്കിൽ കുരങ്ങ് കളി കാണാനായിട്ട് അവിടെ വട്ടം കൂടി നിൽക്കുന്നത് ഒരു 3 തരം ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ഞാൻ അതിൻ്റെ നടുവിലാണ് ഇരിക്കും. എന്നിട്ട് ഇവൻ്റെ ഈ
കയ്യിൽ നല്ല നാടൻ ഫലിതങ്ങളുണ്ട്. ഫലിതങ്ങളുണ്ട്. അപ്പോൾ സാറ് പത്രപ്രവർത്തനത്തിലേക്ക് വന്നപ്പോഴേ കളത്തിൽ സാറൊക്കെ ഉള്ള കാലഘട്ടം ആണല്ലോ. അന്ന് പത്രപ്രവർത്തനത്തിൽ കുലപതികളായിട്ട് നിന്ന അധികായന്മാരായിട്ട് നിന്നവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിലെ അനുഭവങ്ങളുമല്ലോ കേരളത്തിൽ അങ്ങനെ എടുത്ത് പറയാൻ മാമാപ്പിളയും പി കുഞ്ഞിരാമൻ നായരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് നേരിട്ട് ഇല്ല, എനിക്ക് മാമാപ്പിളയായിട്ടേ ബന്ധമുള്ളൂ. പിന്നുള്ളതെല്ലാം ഇംഗ്ലീഷ് പത്രങ്ങളിലെയും ഇപ്പോൾ പറഞ്ഞില്ലേ പോത്തൻ ജോസഫ്, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തിലെ വലിയൊരു ആചാര്യനായിരുന്നു. അദ്ദേഹമാണ് കുലപതി എന്ന് പറയുന്നത് പത്രപ്രവർത്തനത്തിൻ്റെ. അദ്ദേഹം വലിയൊരു ആളായിരുന്നു. അദ്ദേഹത്തെ പറ്റി എനിക്ക്